ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് വലിയൊരു വിൽപ്പനയ്ക്ക് ശേഷം അതിന്റെ ഏതാണ്ട് പകുതിയോളം ഇന്നലെ ഒരു നിക്ഷേപ താല്പര്യത്തിൽ തിരിച്ചു കയറുകയുണ്ടായി. ആഗോള സാഹചര്യങ്ങളും ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ ക്രമപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ കാര്യമായ തോതിലുള്ള ഒരു മാറ്റം യു.എസ് വിപണികളിൽ ഉണ്ടായിട്ടില്ല. ഏഷ്യൻ വിപണികളിൽ പലതിലും ഏതാണ്ടൊന്ന് ക്രമപ്പെടുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും വിപണി ഈ ഒരു നിലവാരത്തിൽ ഇനി ക്രമപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗമാണ്. പണനയ അവലോകന യോഗത്തിൽ ഏതെങ്കിലും രീതിയിൽ നിരക്ക് കുറയ്ക്കലുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ പ്രചോദനമാകും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആഗോള വിപണികളിലെ നീക്കങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകമായിരിക്കും. കുറച്ച് നാളുകൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ രണ്ടാഴ്ചയോളം വിപണിയിൽ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വിൽപ്പനയിലേക്ക് നീങ്ങി ഇന്നലെയും അവർ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന നടത്തുകയുണ്ടായി. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആഗോള സാഹചര്യങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക.